എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. റോമാലേഖനം 8-ാം അധ്യായം 28-ാമത്തെ വാക്യം. ഈ വാക്യത്തിൻ്റെ ശരിയായ ഉത്തരം മനസ്സിലാക്കാൻ പലപ്പോഴും നമുക്ക് സാധിക്കാതെയാണ് ഇരിക്കുന്നത്. വൈഷമ്യമേറിയ ജീവിതാനുഭവങ്ങൾ കൂടി കടന്നു പോകുമ്പോൾ കഷ്ടങ്ങളും രോഗങ്ങളും വേർപാടുമൊക്കെ നമ്മെ ഏറെ വിഷമിപ്പിക്കുമ്പോൾ ഇതെങ്ങനെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും? എന്നാൽ ഒരു നെയ്ത്തുശാല ചില ഉത്തരങ്ങൾ നമുക്ക് തന്നേക്കാം. മനോഹരമായ പരവതാനികൾ നിർമ്മിക്കുന്ന നെയ്ത്തുശാലയിലേക്ക് ഒരു സന്ദർശകൻ ചെന്നത് നെയ്ത്തിൻ്റെ ഭംഗി കാണാനാണ്. എന്നാൽ അവിടുത്തെ ജോലി കണ്ട് സന്ദർശകന് അത്ഭുതമടക്കുവാൻ കഴിഞ്ഞില്ല. മനോഹരമായ പരവതാനികൾ നിർമ്മിക്കുന്നതിന് പകരം കുറേ ചകിരിനാരുകളാണ് അവിടെ നെയ്യുന്നത്. ഈ ചകിരിനാരുകൾക്ക് ഭംഗിയില്ലെന്ന് മാത്രമല്ല, പരിവരുത്തതുമാണ്. ഇത്രയ്ക്ക് വിരൂപമായ പരവതാനി ആര് വാങ്ങിക്കും? സന്ദർശകൻ നെയ്ത്തുകാരനോട് ചോദിച്ചു. അല്പം കാത്തിരിക്കൂ എന്നായിരുന്നു നെയ്ത്തുകാരൻ്റെ മറുപടി. നാരുകൾ മുഴുവൻ കോർത്തിണക്കി 4 വശവും തുന്നിയതിനു ശേഷം ആ പരവതാനി നെയ്ത്തുകാരൻ മറിച്ചിട്ടു. അത്ഭുതം! ഏറ്റവും ഭംഗിയുള്ള പരവതാനി. പല വർണ്ണങ്ങളിലുള്ള നാരുകൾ പരവതാനിയിൽ വർണ്ണചിത്രങ്ങൾ മെനഞ്ഞിരിക്കുന്നു. സന്ദർശകന് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. വാസ്തവത്തിൽ നെയ്ത്തുകാരൻ നെയ്തിരുന്നത് അതിൻ്റെ മറുപുറത്തായിരുന്നു. ഓരോ ദൈവവേദലിൻ്റെ ജീവിതത്തിലും ദൈവം പ്രവർത്തിക്കുന്നത് ഇങ്ങനെയാണ്. അവിടുന്ന് നമ്മുടെ ജീവിതം അനുദിനം നെയ്യുകയാണ്. വലിയ നെയ്ത്തുകാരന് തെറ്റുകൾ സംഭവിക്കാറില്ല. ചിലപ്പോൾ നെയ്ത്തിൻ്റെ കലാഭംഗി വർദ്ധിപ്പിക്കേണ്ടതിന് മറുവശത്ത് നെയ്യേണ്ടി വന്നേക്കാം. അങ്ങനെ മറിച്ചിടുന്നത് പരവതാനിയുടെ ഭംഗിക്കും ഉറപ്പിനും വേണ്ടിയാണ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നന്മയ്ക്കാണ്. അതിനായി കാത്തിരിക്കുകയാണ് നാം ചെയ്യേണ്ടത്. ഇതിൻ്റെ പൂർണ്ണത നമുക്കിപ്പോൾ മനസ്സിലായെന്ന് വരികയില്ല. പ്രശസ്തനായ ഒരു ചിത്രകാരൻ ഒരു കുഞ്ഞിൻ്റെ ചിത്രം വരയ്ക്കുകയായിരുന്നു. ക്യാൻവാസ് എല്ലാം ഒരുക്കിയതിനു ശേഷം കുഞ്ഞിനെ ഒരു പ്രത്യേക പോസിലിരുത്തി വരയ്ക്കുവാൻ ആരംഭിച്ചു. സമയം പിന്നിട്ടു. അക്ഷമനായ കുട്ടി അതേ സ്ഥാനത്തിരിക്കുവാനായിട്ട് മനസ്സ് കാണിച്ചില്ല. എഴുന്നേറ്റ് പോകാൻ കുഞ്ഞിന് ധൃതിയായിരുന്നു. അവൻ വാശി പിടിച്ച് കരഞ്ഞതിനാൽ ചിത്രകാരൻ ആ ചിത്രം പൂർത്തീകരിക്കാനായില്ല. അവ്യക്തമായ ചില രേഖകൾ മാത്രം ക്യാൻവാസിൽ ശേഷിച്ചു. നമ്മുടെ ജീവിതത്തെ പുതിയ രൂപത്തിൽ വരയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന വലിയ ചിത്രകാരനാണ് സ്വർഗ്ഗസ്ഥനായ ദൈവം. ചില പ്രത്യേക സ്ഥാനങ്ങൾ നാം ഇരിക്കേണ്ടി വരുന്നത് ദൈവത്തിന് പ്രത്യേക ക്യാൻവാസിൽ നമ്മെ പകർത്തുവാനാണ്. ഒരു സ്ഥാനത്തുള്ള ഇരിപ്പ് ക്ഷമാശയിലായിരിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ ചിത്രരചന പരാജയപ്പെടും. സർവ്വവ്യാപിയും സർവശക്തനുമായ ദൈവം തിരഞ്ഞെടുത്ത പരവതാനികളും മോഡലുകളുമാണ് നാം. ഇന്ന് കഷ്ടതയുടെയും കണ്ണുനീരിൻ്റെയും അനുഭവത്തിൽ കൂടിയായിരിക്കാം നാം കടന്ന് പോകുന്നത്. ജീവിതത്തിലെ നീറുന്ന അനുഭവങ്ങൾ നമ്മെ ഏറെ വേദനിപ്പിക്കുന്നുണ്ടാകും. എല്ലാം നന്മയ്ക്കായി ചെയ്യുന്നുവെന്ന് വിശ്വസിക്കാൻ തന്നെ പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ട് നേരിട്ടേക്കാം. നമുക്ക് പരിഹരിക്കുവാൻ കഴിയാത്ത നിരവധി പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെന്നതിന് സംശയമില്ല. നമുക്ക് വെളിപ്പെടുത്താത്ത കാര്യങ്ങളിൽ മേൽ ദൈവത്തിന് അത്ഭുതമാർന്ന പ്രവൃത്തി കാണുവാൻ ദൈവത്തിൻ്റെ ക്ഷമയോടെ കാത്തിരിക്കുക. ദൈവം നമുക്കായി നന്മകൾ ചെയ്യും.